ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എൽ പി യു പിയുടെ ഇംഗ്ലീഷ് പെഡഗോഗിയിലെ ലാംഗ്വേജ് സ്കിൽസിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്ന സ്കില്ലെന്ന് പറയുന്നത് സ്പീക്കിംഗ് സ്കിൽസാണ്. സ്പീക്കിംഗ് മേ ബി ഡിഫൈൻഡ് ആസ് ദ ട്രാൻസ്മിഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻസ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഡേറ്റ അല്ലെങ്കിൽ ഒരു ഐഡിയ നമുക്ക് മറ്റുള്ളവരിലേക്ക് കൺവേ ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കില്ലാണ് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. എ നമ്പർ ഓഫ് സബ് സ്കിൽസ് സച്ച് ആസ് ആർട്ടിക്കുലേഷൻ, enunciation, pronunciation and voice modulation have to be attained and integrated to constitute the whole. അപ്പോൾ സബ് സ്കിൽസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന 4 കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ആർട്ടിക്കുലേഷൻ, ഇനൗൺസിയേഷൻ, പ്രൊനൗൺസിയേഷൻ ആൻഡ് വോയിസ് മോഡുലേഷൻ. അപ്പോൾ ആർട്ടിക്കുലേഷൻ, ഇനൗൺസിയേഷനൊക്കെ നമ്മുടെ ആ ഒരു ഉച്ചാരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ക്ലിയർ ആയിട്ട് നമ്മൾ ആ ഒരു സൗണ്ട് ഉച്ചരിക്കുന്ന രീതിയിൽ വരുന്നതാണ്. അതായത് നമ്മളിപ്പോൾ വൗവൽസും കൺസോണൻസും ഒക്കെ വേറെ രീതിയിലായിരിക്കും, രണ്ട് രീതിയിലായിരിക്കുമല്ലോ പ്രൊനൗൺസ് ചെയ്യുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആർട്ടിക്കുലേഷൻ. ദെൻ ഇനൗൺസിയേഷൻ, അതെങ്ങനെ നമ്മൾ ഉച്ചരിക്കുന്നു എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മുടെ ആ സൗണ്ട് പുറപ്പെടുവിക്കുന്ന ആ ഒരു രീതി, ഓരോ വേർഡ്സിനും അതിൻ്റെ ഈക്വലായിട്ടുള്ള വേർഡ്സിൻ്റെ പ്രൊനൗൺസിയേഷൻ വരുന്നു. അതുപോലെ നമ്മൾ സംസാരിക്കുന്ന ആ ഒരു ഉച്ചാരണത്തിൻ്റെ രീതി പ്രൊനൗൺസിയേഷൻ. പിന്നെ നമ്മൾ വേർഡ്സ് പറയുന്ന ആ ഒരു പല ശബ്ദങ്ങളുടെ ഒരു മോഡുലേഷനുണ്ട്, കൂട്ടിയും കുറച്ചുമൊക്കെ പറയുന്ന വോയിസ് മോഡുലേഷൻ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സ്പീക്കിംഗ് സ്കിൽസിൻ്റെ സബ് സ്കില്ലായിട്ട് വരുന്നതാണ്. അപ്പോൾ സബ് സ്കിൽസ് ഓഫ് സ്പീക്കിംഗ് എന്ന് പറയുന്നത് 4 എണ്ണമാണ്: ആർട്ടിക്കുലേഷൻ, ഇനൗൺസിയേഷൻ, പ്രൊനൗൺസിയേഷൻ ആൻഡ് വോയിസ് മോഡുലേഷൻ. അടുത്ത നമ്മൾ ഈ സ്പീക്കിംഗ് അതിൻ്റെ ഒരു പ്രോസസ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പ്രോസസ്സ് ഓഫ് സ്പീക്കിംഗ് ആണ് പറയുന്നത്. അപ്പോൾ അതൊരു 2 വേ കമ്മ്യൂണിക്കേഷനാണ്. ഒരാൾ പറയുന്നു, മറ്റൊരാൾ കേൾക്കുന്നു. അപ്പോൾ ഒരു സ്പീക്കിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു 2 വേ കമ്മ്യൂണിക്കേഷൻ ആണെന്നുള്ള രീതിയിലാണ് അതിൻ്റെ പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ അതിന് 6 കമ്പോണൻറ്റുകളാണുള്ളത്. നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ദ എൻകോഡർ ദറ്റ് കൺവേ മെസ്സേജസ്. അപ്പോൾ പറയുന്ന ആൾ, നമ്മളൊരു മെസ്സേജ് മറ്റൊരാളോട് പറയുന്നത്, അപ്പോൾ ആ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആൾ, ആ ഒരു സോഴ്സാണ്, ആ ഒരു സെൻഡർ ഓർ സോഴ്സാണ് നമ്മൾ എൻകോഡർ എന്ന് പറയുന്നത്. അപ്പോൾ അയാളായിരിക്കും ആ മെസ്സേജ് കൺവേ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത്, കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഡീകോഡറാണ്, റിസീവിങ് ദ മെസ്സേജസ്. അപ്പോൾ നമ്മൾ പറയുന്ന സ്പീച്ച് കേട്ടിരിക്കുന്ന ഒരാളുണ്ടായിരിക്കുമല്ലോ ഓപ്പോസിറ്റ് ഇരിക്കുന്ന, അപ്പോൾ അതാണ് ഡീകോഡർ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തേത് നമ്മൾ പറയുന്ന ആ ഒരു കണ്ടൻറ്റ്, ആ ഒരു മെസ്സേജാണ്, സിഗ്നലാണ് മൂന്നാമത്തെ ഒരു കമ്പോണൻ്റ് എന്ന് പറയുന്നത്. നാലാമത്തേത് മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഒരു ഐഡിയ മറ്റൊരാളിലേക്ക് പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു ഭാഷയുണ്ടല്ലോ, ഇപ്പോൾ ഇംഗ്ലീഷ് ആവാം, മലയാളം, ആ ഒരു മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതാണ് നാലാമത്തെ ഫാക്ടർ. പിന്നെ ദ സെറ്റിംഗ് ഓഫ് ഫോർ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നമ്മൾ ആ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു സെറ്റിങ്സ് ആണ് 5ാമത്തെ ഫാക്ടറായിട്ട് വരുന്നത്. ഇനി 6ാമത്തത് റെസ്പോൺസ് ഓർ ഫീഡ്ബാക്ക്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഐഡിയയ്ക്ക് ശേഷം വരുന്ന ആ ഒരു റെസ്പോൺസിനെയാണ് 6ാമത്തെ ഫാക്ടറായിട്ട് വരുന്നത്. അപ്പോൾ സ്പീക്കിങ്ങിൻ്റെ 6 കമ്പോണൻറ്റുകളാണ് നമ്മൾ പറയുന്നത്. ദ എൻകോഡർ, ദ ഡീകോഡർ, അതുപോലെ തന്നെ 3rd വൺ ഈസ് മെസ്സേജ്, 4th വൺ ഈസ് മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ, 5th ഈസ് സെറ്റിംഗ് ഫോർ കമ്മ്യൂണിക്കേഷൻ, 6th വൺ റെസ്പോൺസ് അല്ലെങ്കിൽ ഫീഡ്ബാക്ക്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് വേർഡ്സ് ആണ്. വേർഡ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു 4 അക്കോർഡിംഗ് ടു ദെയർ ഫോം, ഫങ്ഷൻ ആൻഡ് മീനിങ്. അപ്പോൾ ഈ വാക്കുകളെ തന്നെ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ, ഫോം അനുസരിച്ചും അതിൻ്റെ ധർമ്മം അനുസരിച്ചും അതിൻ്റെ അർത്ഥം അനുസരിച്ചും നമ്മൾ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് കണ്ടൻറ്റ് വേർഡ്സ് ആണ്. കണ്ടൻറ്റ് വേർഡ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഫോംസ് ദ ഫിസിക്കൽ സ്ട്രക്ചർ. അപ്പോൾ ഒരു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ ഉണ്ടല്ലോ, നമുക്ക് ഓരോ ഭാഷയിൽ ഓരോ ഓർഡറിലാണല്ലോ ഒരു സെൻറ്റൻസ് മേക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന ഒരു ഫിസിക്കൽ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ്. സാധാരണഗതിയിൽ അഡ്വർബൽ വേർഡ്സ്, അതായത് ക്വിക്ക്, സ്ലോ, അതുപോലുള്ള വേർഡ്സ്, അതുപോലെ തന്നെ അബ്സ്ട്രാക്റ്റ് വേർഡ്സ്. അബ്സ്ട്രാക്റ്റ് വേർഡ്സ് നമുക്കറിയാമല്ലോ. അതുപോലെ അഡ്വർബൽ ആയിട്ട് ഉപയോഗിക്കുന്നതും അബ്സ്ട്രാക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന വേർഡ്സൊക്കെയാണ് കണ്ടൻറ്റ് വേർഡ്സിന് ഉദാഹരണം. അപ്പോൾ അത് ഒരു സെൻറ്റൻസിൻ്റെ ആ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ കണ്ടൻറ്റ് വേർഡ്സ് ആണ്. സെക്കൻഡ് വൺ ഫങ്ഷൻ വേർഡ്സ്. ഫങ്ഷൻ വേർഡ്സ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഫങ്ഷൻ വേർഡ്സ് ആയിട്ട് വരുന്നത് പ്രിപ്പോസിഷൻസ്, ഓക്സിലറീസ്, കണക്റ്റേഴ്സ്, റിലേറ്റീവ് പ്രോനൗൺസ്, ഇൻട്രോഗേറ്റീവ്സ്, കമ്പാരിറ്റീവ് വേർഡ്സ്, ആർട്ടിക്കിൾസ് ഒക്കെയാണ്. അപ്പോൾ നമുക്കറിയാം പ്രിപ്പോസിഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഓക്സിലറി യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മൾ റിലേറ്റീവ് പ്രോനൗൺസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ ഓരോന്നിനും ഓരോ ഫങ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇൻട്രോഗേഷൻ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതിയിൽ ചോദിക്കുന്നു, നമ്മൾ നാമത്തിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന പ്രോനൗൺസ് ഉപയോഗിക്കുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു ഫങ്ഷൻ ഉണ്ട്, ഒരു ഡ്യൂട്ടി അവർ ചെയ്യുന്നുണ്ട് ആ വേർഡ്സ്. ഇനി 3rd വൺ എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് വേർഡ്സ് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ലൈക്ക് പേഴ്സണൽ പ്രോനൗൺസ്, അതായത് നമ്മളിപ്പം ഐ, യു, അതുപോലെ തന്നെ പേഴ്സണൽ പ്രോനൗൺസ് ആയിട്ട് യൂസ് ചെയ്യുന്ന വാക്കുകളൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് വേർഡ്സിൻ്റെ കാറ്റഗറി വരുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ക്വാണ്ടിറ്റി കാണിക്കുന്നു, ലൈക്ക് ഓൾ, അതുപോലെ തന്നെ മച്ച്, അതുപോലെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഉപയോഗിക്കുന്ന ചില വേർഡ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു കാറ്റഗറി വരുന്നതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് വേർഡ്സ്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് 4th വൺ എന്ന് പറയുന്നത്
ക്വാളിറ്റി വേർഡ്സ് ആണ്. ക്വാളിറ്റി വേർഡ്സ് എന്ന് പറയുന്നത് ദേ ഡിസ്ക്രൈബ് ദ ക്വാളിറ്റി. അപ്പോൾ എന്തിൻ്റെങ്കിലും ഒരു ക്വാളിറ്റിയെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വേർഡ്സാണ് ക്വാളിറ്റി വേർഡ്സ്. അത് നമ്മൾ സാധാരണഗതിയിൽ അഡ്ജക്റ്റീവ്സ് ഉപയോഗിക്കാറുണ്ടല്ലോ, ബിഗ്, നൈസ്, ബ്യൂട്ടിഫുൾ, അങ്ങനെയൊക്കെ എന്തിൻ്റെങ്കിലും ഒരു നാമത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് അതെല്ലാം ക്വാളിറ്റി വേർഡ്സിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് വേർഡ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ ഈസ് കണ്ടൻറ് വേർഡ്സ്, സെക്കൻഡ് ഗ്രൂപ്പ് ഫംഗ്ഷൻ വേർഡ്സ്, തേർഡ് വൺ ഈസ് സബ്സ്റ്റിറ്റ്യൂട്ട് വേർഡ്സ്, ഫോർത്ത് വൺ ഈസ് ക്വാളിറ്റി വേർഡ്സ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സബ് സ്കിൽസിനാണ്. സ്പീക്കിങ്ങിൻ്റെ സബ് സ്കിൽസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് സൗണ്ടാണ്. അപ്പോൾ നമ്മളൊരു വാക്ക് പഠിപ്പിക്കുമ്പോൾ ടീച്ചർ കുട്ടികളെ അത് എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന്, അതിൻ്റെ ഒരു ആ വോയിസ് എങ്ങനെയാണ് വോക്കൽ കോഡിൽ നിന്ന് അതിങ്ങനെ പുറത്തേക്ക് വരുന്നത്, എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു സൗണ്ടിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതൊരു സബ് സ്കില്ലാണ്. അതുപോലെ രണ്ടാമത് വരുന്നത് സ്ട്രെസ്സാണ്. സ്ട്രെസ്സ് തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, വേർഡ് സ്ട്രെസ്സും സെൻറ്റൻസ് സ്ട്രെസ്സും. അപ്പോൾ വേർഡ് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എക്സ്ട്രാ ബ്രീത്ത് അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു സ്ട്രെസ്സ് കൊടുക്കുന്നു. ആൻ എക്സ്ട്രാ ബ്രീത്ത് ഫോഴ്സ്ഡ് എക്സേർട്ടഡ് ഓൺ എ സിലബിൾ ഇൻ എ വേർഡ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ മോർ ദാൻ വൺ സിലബിൾ. അപ്പോൾ ചില വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ അതിന് നമ്മൾ എക്സ്ട്രാ ഒരു ബലം കൊടുക്കും, ചില വാക്കുകളുടെ ചില ഭാഗങ്ങൾക്കൊക്കെ. അതുപോലെ ചില സെൻറ്റൻസുകളിൽ നമ്മൾ എംഫസൈസ് ചെയ്ത് എടുത്ത് പറയുന്ന ചില ഏരിയാസ് കാണും. അപ്പോൾ ഒരു വേർഡിൽ സ്ട്രെസ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് വേർഡ് സ്ട്രെസ് എന്ന് പറയുന്നത്, വേർഡിൻ്റെ ഏതെങ്കിലും ഒരു അക്ഷരം. അപ്പോൾ സെൻറ്റൻസ് സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഒരു സെൻറ്റൻസിൽ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് എടുത്ത് പറയുന്ന സ്ട്രെസ്സാണ്. അതിനെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഇൻറ്റോണേഷനാണ്. ഇൻറ്റോണേഷൻ എന്ന് പറഞ്ഞാൽ സ്വരം, നമ്മൾ സ്വരങ്ങളുണ്ടല്ലോ, നമ്മളിപ്പം ഒരു വേർഡ് പറയുമ്പോൾ അതിൻ്റെ ഒരു സൗണ്ടിങ് വരുന്നുണ്ട്, സ്വരം എന്ന് പറയുന്നതാണ് ഇൻറ്റോണേഷൻ എന്ന് പറയുന്നത്. അതൊരു സബ് സ്കില്ലാണ്. അതുപോലെ ഫോർത്ത് വൺ ഈസ് വൊക്കാബുലറിയാണ്, പദസമ്പത്ത് എന്ന് പറയും. അപ്പോൾ ഈ പദസമ്പത്ത് തന്നെ സ്പീക്കിംഗ് സ്കിൽസിൽ നമുക്ക് അത്യാവശ്യം വേണ്ടതാണ് വൊക്കാബുലറി, എന്നാലേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് തന്നെ രണ്ട് ടൈപ്പാണുള്ളത്, രണ്ട് ടൈപ്പുണ്ട്, ആക്റ്റീവും ഉണ്ട് പാസീവും ഉണ്ട്. ആക്റ്റീവ് വൊക്കാബുലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ചില വാക്കുകളുണ്ട്, എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ചില വാക്കുകളുടെ പദസമ്പത്താണ് ആക്റ്റീവ് വൊക്കാബുലറി എന്ന് പറയുന്നത്. ഇനി അതുപോലെ പാസീവ് വൊക്കാബുലറി ഉണ്ട്, അത് നമ്മൾ എപ്പോഴും റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നില്ല, പക്ഷേ അതിൻ്റെ മീനിങ് നമുക്കറിയാം. ആരെങ്കിലും ആ വേർഡ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ മീനിങ് ഇതാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും എസ്സേസ് ഒക്കെ എഴുതുമ്പോൾ നമ്മൾ ആ വാക്ക് യൂസ് ചെയ്യാറുണ്ട്, പക്ഷേ ഡെയിലി ലൈഫിൽ നമ്മൾ അധികം ആ വാക്കുകൾ യൂസ് ചെയ്യാറില്ല. അതാണ് പാസീവ് വൊക്കാബുലറി എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തെ ഫാക്ടറാണ് ഗ്രാമർ അല്ലെങ്കിൽ യൂസേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗ്രാമർ അല്ലെങ്കിൽ ആ യൂസേജിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പ്രിസ്ക്രിപ്റ്റീവ് ഗ്രാമറും അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമറും. പ്രിസ്ക്രിപ്റ്റീവ് ഗ്രാമറും ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമറും അതെന്താണെന്ന് നമുക്ക് നോക്കാം. പ്രിസ്ക്രിപ്റ്റീവ് ഗ്രാമർ എന്ന് പറയുമ്പോൾ ഈ ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഗ്രാമേറിയൻസ് സ്ട്രിക്റ്റ് ആയിട്ട് ചില നിയമങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ തന്നെ നമ്മൾ ഈ ഗ്രാമർ റൂളുകളുണ്ടല്ലോ, അത് സ്ട്രിക്റ്റ് ആയിട്ട് അവർ കറക്റ്റ് ഇത് ഇങ്ങനെ ആയിരിക്കണം എന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സ്റ്റുഡൻസ് അത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയും വേണം. ആ കറക്റ്റ് ഗ്രാമർ ഫോളോ ചെയ്തില്ലെങ്കിൽ ആ സെൻറ്റൻസ് തെറ്റായിരിക്കും. എന്നാൽ ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമർ എന്ന് പറയുന്നത് അത് നമ്മൾ ഒരു കൃത്യമായിട്ടുള്ള റൂളോ നിയമങ്ങളോ ഒന്നും അതിനില്ല. അത് നമ്മുടെ സോഷ്യൽ ഗ്രൂപ്പിൽ നിന്ന് നമ്മളിപ്പം ഒരു ഭാഷാ ശൈലി പറയുകയാണെങ്കിൽ ഇപ്പം വടക്കൻ കേരളത്തിൽ, മധ്യ കേരളത്തിൽ, തെക്കൻ കേരളത്തിലൊക്കെ പല പല ശൈലികൾ അല്ലെങ്കിൽ പറയുന്ന പല പല രീതികൾ വരുന്നുണ്ട്. പക്ഷേ അതെല്ലാം മലയാളമാണ്, അതെല്ലാം ശരിയുമാണ്. അപ്പോൾ ഈ സോഷ്യൽ ഗ്രൂപ്പിൽ നിന്ന് ഓരോ പ്രദേശത്തിനനുസരിച്ച് സോഷ്യൽ ഗ്രൂപ്പിൽ നിന്ന് വരുന്ന ചില കാര്യങ്ങൾ പതുക്കെ പതുക്കെ അത് റൂളായിട്ട് നമ്മുടെ ഭാഷയിലേക്ക് വന്നു ചേരുന്നതാണ്. അതായത് സ്ട്രിക്റ്റായിട്ട് ഒരു ഫോളോ ചെയ്യുന്നതോ ഒരു ഗ്രാമേറിയൻ കൃത്യമായിട്ട് ഉണ്ടാക്കിയതോ അല്ല, സമൂഹമായിട്ട് ഇടപെട്ട് കാലാകാലങ്ങളിലായിട്ട് അത് നമ്മുടെ ഒരു സംസാര രീതിയിലേക്ക് വന്നിട്ടുള്ള കാര്യങ്ങളെയാണ് ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമർ എന്ന് പറയുന്നത്. ഇനി ഈ സ്പീക്കിംഗ് സ്കിൽസിലൂടെ കുട്ടികൾ അറ്റൈൻ ചെയ്യേണ്ട ലേണേഴ്സ് സ്വന്തമാക്കേണ്ടുന്ന ചില നൈപുണ്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഈസ് കേപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് ക്യാരക്ടറിസ്റ്റിക് ഇംഗ്ലീഷ് സ്പീച്ച് സൗണ്ട് ഇൻ ഐസൊലേഷൻ ആൻഡ് ഇൻ കോമ്പിനേഷൻ ആസ് വെൽ. അതുപോലെ തന്നെ is capable of speaking with appropriate stress and intonation patterns, then recalling words, phrases, structures spontaneously. ഫോർത്ത് ക്യാരക്ടർ എന്ന് പറയുന്നത് റെഗുലേറ്റിംഗ് സ്പീച്ച് അക്കോർഡിംഗ് ടു ദ കോണ്ടെക്സ്റ്റ്. അപ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു നമ്മളൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് അതിൻ്റെ വേർഡ്സ് അതുപോലെ തന്നെ അതിൻ്റെ പ്രൊനൗൺസിയേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് നമുക്ക് കൺവേ ചെയ്ത് ഒരു ഐഡിയ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ആ ശബ്ദത്തിൽ അല്ലെങ്കിൽ വേർഡ്സിൽ എവിടേക്കാണ് സ്ട്രെസ്സ് കൊടുക്കേണ്ടത്, എവിടേക്കാണ് നിർത്തേണ്ടത്, അത് സ്വരങ്ങൾ ഏതാണ്, നമ്മുടെ ആ ഉച്ചാരണത്തിൻ്റെ സംഗതികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു ഭാഷ പഠിക്കുന്നതിലൂടെ കുട്ടി അച്ചീവ് ചെയ്യേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ കൃത്യമായി നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സമയത്ത്, ഒരു സ്പീച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ആവശ്യം വേണ്ടുന്ന വാക്കുകൾ തപ്പലും ഒന്നും ഇല്ലാതെ, അതായത് നമുക്കൊരു തടയമില്ലാതെ നല്ല ഫ്ലുവൻ്റായിട്ട് വേർഡ്സ് ഇങ്ങനെ നിർഗളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് നല്ലൊരു ലാംഗ്വേജ് അത്രയും നമുക്ക് ഇതാണെങ്കിൽ മാത്രമേ നല്ല ഫ്ലോയിൽ നമുക്ക് ആ വേർഡ്സ് ആ വേണ്ടുന്ന സമയത്ത് ഒരു തടസ്സമില്ലാതെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ.
അതുപോലെ തന്നെ ഫ്രേസുകളും അതിൻ്റെ സ്ട്രക്ചേഴ്സൊക്കെ കൃത്യമായിട്ട് ആ ഓർഡറൊക്കെ കൃത്യമായിട്ട് കുട്ടിക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കണം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതൊക്കെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കണം. അതുപോലെ തന്നെ ആ ഒരു റെഗുലേറ്റിംഗ് സ്പീച്ച് അക്കോർഡിംഗ് ടു ദ കോണ്ടെക്സ്റ്റ്, ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് ആ ഒരു ഇഫക്റ്റീവ് വേയിൽ ആ ഒരു ഐഡിയ കൺവേ ചെയ്യാനായിട്ട് കുട്ടിക്ക് സാധിക്കണം. ടോട്ടൽ പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പഠനത്തിലൂടെ കുട്ടിയുടെ ഐഡിയ വളരെ ക്ലിയർ ആയിട്ടും റൂൾസിനനുസരിച്ചും നല്ല പെർഫെക്റ്റ് ആയിട്ട് കേട്ടിരിക്കുന്ന ആളിലേക്ക് എത്തിക്കാനായിട്ട് കുട്ടിക്ക് ഭാഷാ പഠനം കൊണ്ട് സാധിക്കണം. ഇതാണ് ഈ ഒരു സ്പീക്കിംഗ് സ്കിൽസ് അല്ലെങ്കിൽ ഈ ഒരു ലാംഗ്വേജ് സ്കിൽസ് വഴി കുട്ടി അച്ചീവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നൊരു ചെറിയ പോർഷനാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ലെങ്തി വീഡിയോസ് നമുക്ക് എഡിറ്റ് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, ഒരു കുറേ ടൈം എടുക്കും. അതുകൊണ്ടാണ് കുറച്ച് പോർഷൻസ് ആയിട്ട് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സസ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കണം, ലൈക്കും ചെയ്യണം. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് പരിഗണിക്കണേ. അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.